മനുഷ്യന്റെ മഹത്വത്തെ ഇവിടെ ഈ പ്രദേശത്ത് ചെല്ലാനം മുതൽ കൊച്ചി വരെ കടലോരത്ത് താമസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും നാനാജാതി മതസ്ഥരുടെയും മഹത്വത്തിൻ്റെ വലിയ സത്യം ലോകത്തിൻ്റെ മുമ്പിൽ എടുത്ത് കാട്ടാൻ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആലപ്പുഴ രൂപതയുടെയും കൊച്ചി രൂപതയുടെയും വൈദികരുടെ ഉപവാസം എന്ന് അനുഷ്ഠിക്കുകയും ഈ ദേശത്തെ മനുഷ്യസ്നേഹികളായ എല്ലാവരുടെയും തീരദേശവാസികളുടെയും ഒക്കെ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന, അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങളെ നിഷേധിക്കുന്ന നിലപാടുകൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നടക്കാനിരിക്കുന്ന റാലിക്ക് വേണ്ടി വൈകുന്നേരം അല്ലെങ്കിൽ എത്തിച്ചേരാനുണ്ട്. അവരെയൊക്കെ ഹൃദയപൂർവ്വം നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ആത്മായ സഹോദരങ്ങളെയും മനുഷ്യസ്നേഹികളെയും ഒക്കെ ആത്മാർത്ഥമായി തുടക്കത്തിലെ അഭിവാദനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സന്ദേശം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ സംഭവത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ ഉപവാസ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്ന കൊച്ചി രൂപതയിലെ ബഹുമാനപ്പെട്ട വികാരി ജനറൽ ബഹുമാനപ്പെട്ട വൈദ്യു വിദ്യാർത്ഥിയച്ഛൻ, നമ്മുടെ ഇന്നത്തെ ഈ സമരം ദൈവാലയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥനയോടുകൂടെ ഇവിടെ വരുന്നതിന് വേണ്ടി ദൈവാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കൃപാസനം ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് വലിയ വീട്ടിലച്ഛൻ, ഇന്നത്തെ ഈ ഉപവാസ സമരം ഇവിടെ ഈ വേദിയിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത KRLCCയുടെ അൽമായ വൈസ് പ്രസിഡന്റ് സ്നേഹമുള്ള ജോസഫ് ജോസ് സർ, ഇതിൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ സമരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകി നിങ്ങളോട് സംസാരിച്ച സ്നേഹമുള്ള ജോണിയച്ചൻ, ഇതിൻ്റെ കൺവീനർ സ്നേഹമുള്ള ആന്റണി കുടിവേലിയച്ചൻ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, അൽമായ നേതാക്കളെ, സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഞാൻ തുടക്കത്തിലെ നിങ്ങളെ പ്രത്യേകിച്ച് ഈ മാധ്യമ സഹോദരങ്ങളെ, മാധ്യമ പ്രവർത്തകരെ ഒരുപാട് നന്ദിയോടുകൂടെ അവരുടെ രോദനമുയരുന്ന ആ മണ്ണിൻ്റെ ജനതയും ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് തുടക്കത്തിലെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ നന്ദി അർഹിക്കുന്നു. ഇത്രയും മാധ്യമപ്രവർത്തകർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഈ ജനതയുടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവകാശ നിഷേധങ്ങൾ നിരന്തരമായി അനുഭവിച്ച് ജീവനും മരണത്തിനിടയ്ക്ക് ആശങ്കയോടുകൂടെ പേടിച്ച് വിറങ്ങലിച്ച് കഴിയുന്ന ജനതയുടെ ഹൃദയത്തിൻ്റെ രോദനം നിങ്ങൾ അധികാരപ്പെട്ടവരുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആ ജനതയുടെ നാവായി തീരുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് അഭിമാനത്തോടും സന്തോഷത്തോടുകൂടെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയിരിക്കുന്ന ആ ജനതയുടെ വോട്ട് സ്വീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടു പോയിരിക്കുന്ന വിവിധ പാർട്ടികളിലെ ജനപ്രതിനിധികൾ അവരുടെ ശബ്ദമായി തീരേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നത് ഇവിടെ അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങൾ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി, ആ ജനതയ്ക്ക് വേണ്ടി നാമായി തീരുന്നതിന് പ്രത്യേകം നിങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുക. സ്നേഹമുള്ളവരെ, ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഈ സംസാരത്തിൻ്റെയും എൻ്റെ നിലപാടുകളുടെയും രൂപതയുടെയും ഒക്കെ നിലപാടുകളുടെയും ഒക്കെ പിന്നാമ്പുറത്തുള്ള ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജോസഫ് ജൂഡ് സാർ വളരെ വിശദാംശങ്ങളോടുകൂടി, അതുപോലെ തന്നെ ജോണിയച്ചനും പ്രത്യേക വിശദാംശങ്ങളോടുകൂടെ നിങ്ങളോട് സംസാരിച്ചു. അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളും അതുപോലെ തന്നെ തീരത്തിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പിന്നാമ്പുറത്തെ ആ കടൽഭിത്തി വെറും 7.26 കിലോമീറ്ററുകൾ മാത്രം ഭിത്തി കെട്ടി അല്പമെങ്കിലും കുറച്ചെങ്കിലും സംരക്ഷണം നൽകുന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളുമൊക്കെ വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹം നിങ്ങളോട് വിശദാംശങ്ങളൊക്കെ സംസാരിക്കുക. അതിനെ സംബന്ധിച്ച് അത് ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വസ്തുതയാണ്. പ്രത്യേകിച്ച് ചെല്ലാനം